ഡിയർ ഫ്രണ്ട്സ്, സ്പാർടെക് ഇലക്ട്രോ എന്നെ യൂട്യൂബ് ചാനലിൽ ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് ഒരു ഇലക്ട്രിക് ഗ്യാസ് ലൈറ്ററാണ് പരിചയപ്പെടുത്തുന്നത്. ഇതാണ് ഇലക്ട്രിക് ഗ്യാസ് ലൈറ്റർ. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് ഗ്യാസ് കത്തിക്കാനും പിന്നെ തീ കത്തിക്കാനൊക്കെ ഇത് ഉപയോഗിക്കാം. സേഫായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ആഘോഷങ്ങൾക്കൊക്കെ നമുക്ക് പടക്കം പൊട്ടിക്കാനും ഒക്കെ ഇത് സുരക്ഷിതമായിട്ട് ഉപയോഗിക്കാം. പടക്കം കയ്യിൽ നിന്ന് വലിച്ചെറിയേണ്ട, കൈ പൊള്ളുന്ന അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതിവിടെ നമ്മൾ ഞെക്കി പിടിച്ചാൽ ഈ സ്വിച്ച് ഓൺ ആക്കുക, അപ്പോൾ ഇവിടെ ഇൻഡിക്കേറ്റർ തെളിയും. പിന്നെ ഇതിലൊരു പവർ സ്വിച്ച് ഉണ്ട്. പവർ സ്വിച്ച് ഞെക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണാം, ഇവിടെ ആർക്ക് വരുന്നത് കാണാം. ഇത് ഫ്ലെക്സിബിൾ ആണ്, അങ്ങോട്ട് വേണമെങ്കിൽ നമുക്ക് തിരിക്കുകയൊക്കെ ചെയ്യാം, അങ്ങോട്ട് വളയ്ക്കുകയും തിരിക്കുകയൊക്കെ ചെയ്യാം. തീ കത്തിക്കാത്തതിനൊക്കെ വളരെ എളുപ്പമാണ്. അത് ഓണാക്കിയിട്ട് ഈസി ആയിട്ട് കത്തുന്നുണ്ട്. പ്ലാസ്മ ലൈറ്റർ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ലൈറ്ററാണിത്. ഇത് റീചാർജബിൾ ആണ്. ഇതിന്റെ സൈഡിലായിട്ടൊരു സി ടൈപ്പ് കണക്ടർ ഉണ്ട്. ഇതിൽ നമുക്ക് സാധാരണ ഫോണിൽ നിന്നുള്ള ചാർജർ ഉപയോഗിച്ചിട്ട് ഇത് ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിന്റെ കൂടെ ഒരു സി ടൈപ്പ് കേബിൾ വരുന്നുണ്ട്. ഇത് നമ്മളിവിടെ കുത്തിയിട്ട് ഫോണിൽ കണക്ട് ചെയ്ത് ചാർജ് ചെയ്യാം. ഇനി നമുക്ക് ഇത് ഒന്ന് അഴിച്ചു നോക്കാം. ഇതിന്റെ ഉള്ളിലെ അഴിച്ച് നമുക്കൊന്ന് പരിചയപ്പെട്ട് നോക്കാം. ആദ്യം ഇതിന്റെ ബാക്കിലുള്ള സ്ക്രൂ അഴിക്കാം. അതിനുശേഷം ഇതിന്റെ മുൻഭാഗത്തൊരു സ്ക്രൂ ഉണ്ട്, അത് അഴിക്കാം. പിന്നെ ഈ കണക്ടർ കൂരിയെടുക്കാം. ഇതിന്റെ മുൻഭാഗം അഴിച്ചെടുക്കാം. ഇതിലാണ് ആർക്കിങ് വരുന്നത്. ഈ ഭാഗത്താണ് അതിന്റെ ആർക്കിങ് വരുന്നത്. നന്നായിട്ട് തന്നെ അത്യാവശ്യം തീ വരുന്നുണ്ട്, ആർക്ക് വരുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇതെങ്ങനെയാണ് ഇവിടെ ആർക്ക് വരുന്നത് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഇനി ഇതിന്റെ പവർ സ്വിച്ച് ഒന്ന് ഞെക്കി പിടിച്ചതിന് ശേഷം കുറച്ച് താത്തി കൊടുക്കുക. എന്നിട്ട് പുറകിൽ നിന്ന് മുന്നോട്ടൊന്ന് തള്ളിയാൽ മതി. അത് ഈസി ആയിട്ട് ഊരിപ്പോന്നു. നമ്മൾ ഓപ്പൺ ആക്കി നോക്കാം. ഇത്രയാണ് ഇതിന്റെ ഭാഗങ്ങൾ വരുന്നത്. ഒരു ബാറ്ററി ഉണ്ട് ഇതിന്റെ അകത്ത്, 3.7 വോൾട്ടിന്റെ ഒരു ബാറ്ററി ഉണ്ട്. പിന്നെ ഒരു ചെറിയ സർക്യൂട്ട് വരുന്നുണ്ട്, ഒരു സി കണക്ടർ വരുന്ന ചെറിയ സർക്യൂട്ട്. ഇതിന്റെ ഔട്ട്പുട്ടിൽ നോക്കിയാൽ ഒരു ട്രാൻസ്ഫോമർ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ ട്രാൻസ്ഫോമറിന്റെ ഔട്ട്പുട്ടാണ് നമുക്കിവിടെ ഈ ആർക്കിംഗ് ആയിട്ട് കിട്ടുന്നത്, ഈ രണ്ട് ലീഡുകൾ വഴി. ഇനി ഈ ട്രാൻസ്ഫോമർ ഡ്രൈവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ട്രാൻസിസ്റ്റർ ഉണ്ട്, ഒരു IC ഉണ്ട്. ഇത്രയേ ഉള്ളൂ ഇതിന്റെ ഭാഗങ്ങളായിട്ട്. സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡിവൈസ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മാർക്കറ്റിൽ 200 രൂപേന്റെ താഴെ ഇത് അവൈലബിൾ ആണ്. 200 രൂപേന്റെ താഴെ മാത്രമേ ഇതിന് വില വരുന്നുള്ളൂ. സേഫായിട്ട് ഉപയോഗിക്കാം. പിന്നെ ഇടയ്ക്ക് റീചാർജ് ചെയ്ത് കൊടുക്കണം മാത്രം. ഇതിൽ ബാറ്ററി ഇടയ്ക്ക് നമ്മൾ ചാർജ് ചെയ്ത് കൊടുക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. ഓക്കെ.